ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. ടെഹ്റാൻ മൂവി കണ്ടു. C5 റിലീസ് ചെയ്ത ഏറ്റവും ലേറ്റസ്റ്റ് ബോളിവുഡ് മൂവിയാണ് ടെഹ്റാൻ. ജോൺ അബ്രാഹാം ആണ് ഇതിന്റെ നായകൻ, അരുൺ ഗോപാലനാണ് ഇതിന്റെ ഡയറക്ടർ. ഇതൊരു റിയൽ ഇവന്റിനെ ബേസ് ചെയ്തിട്ട് എടുത്ത ഒരു ആക്ഷൻ ക്രൈം ഡ്രാമയാണ് ടെഹ്റാൻ. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ പടം എടുത്തിട്ടുണ്ടെന്ന് പറയാം. ഇതെന്ന് പറയുന്നത് 2012 ഉണ്ടായിട്ടുള്ള അറ്റാക്ക് ഓൺ ഇസ്രായേലി ഡിപ്ലോമാറ്റ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പടം എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ റിയൽ ഇവന്റ്സ് ആയതുകൊണ്ടും അതിലേക്ക് വരുന്ന ഇമോഷണൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് ഇതില് അവര് തുടക്കം തന്നെ പടം തുടങ്ങി ഒരു 10 മിനിറ്റിനാകുമ്പോൾ തന്നെ എന്താണ് തീം, എന്താണ് പടം ഉണ്ടാവാൻ പോകണമെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. ആ ഇമോഷണൽ ഹുക്ക് എനിക്ക് തുടക്കത്തിൽ തന്നെ കിട്ടി. കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ജോൺ അബ്രാഹാമിന്റെ ക്യാരക്ടർ അതിലേക്ക് മോട്ടിവേറ്റഡ് ആവണതും പിന്നെ ആ ഒരു അന്വേഷണം നടക്കുന്നതും ആണ് ഇതിന്റെ ഒരു ഇതിവൃത്തായിട്ട് സ്റ്റാർട്ട് ആവുന്നത്. ബേസിക്കലി ഈ ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെയാണ്, അതായത് ഇസ്രായേൽ, ഇറാൻ ആൻഡ് ഇന്ത്യ ഇവർ തമ്മിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് അതിനിടയിൽ പെട്ടുപോകുന്ന, അതായത് ടെററിസ്റ്റ് അറ്റാക്കാണ്. ടെററിസ്റ്റ് അറ്റാക്കിൽ ഇന്ത്യയിൽ നിരപരാധിയായിട്ടുള്ള ഒരു കുട്ടി മരിക്കുകയാണ്. അത് ജോൺ അബ്രാഹാമിന്റെ എന്നായിട്ടുള്ള ഈ ഒരു റോയിലുള്ള ജോൺ അബ്രാഹാമിന്റെ ക്യാരക്ടറിനെ അത് കണക്റ്റഡ് ആവാണ്. അപ്പൊ അതിനെ കുറിച്ച് പ്രതികാരം ചെയ്യാന്ന രീതിയിൽ, അതിന് പ്രതികാരം മാത്രമല്ല ഇതിന് ഒരു നീതി കിട്ടണമെന്ന രീതിയിൽ അത് തേടി പോവാൻ ഇറാനിലേക്കും ഇസ്രായേലിലേക്കും ഒക്കെ പോണതാണ് കഥ. ഇതിന്റെ ഒരു യൂഷ്വൽ ഒരു റിവെഞ്ച് ഡ്രാമ പോലെയാണ് സംഭവം പോണെങ്കിലും ഇവര് സെറ്റ് ചെയ്ത രീതി റിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ഷൻ പ്ലോട്ടുകളുള്ള സീൻസ്, ഒപ്പം തന്നെ ഗ്രൗണ്ട് റിയാലിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള പ്രസന്റേഷൻ. ഇതിൽ കഥാപാത്രത്തില് ജോൺ അബ്രാഹാം ഇതിന് ഒരേ സമയം മാസ്കുലാനിറ്റിയും ഒരേ സമയം ഇങ്ങനെ ഒരു ഫാദർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോലീസ് ഓഫീസർക്ക് ഉണ്ടാവുന്ന ഇമോഷൻസും രണ്ടും വെൽ ബാലൻസ് ചെയ്തിട്ട് മൂപ്പര് കാണിച്ചിട്ടുണ്ട്. അത് ജോൺ അബ്രാഹത്തിന്റെ ആ ഒരു എന്താ പറയാ ഹീറോ സൈഡും നോർമൽ ഒരു ഹ്യൂമൻ സൈഡും രണ്ടും നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് മൂപ്പര്. പിന്നെ ഇതിൽ മാനുഷ് ചില്ലാർ, നീരു ബജ്വ എന്ന് പറഞ്ഞിട്ട് പഞ്ചാബി സിനിമകളിലൊക്കെ ഉള്ള പെണ്ണ്, പിന്നെ കുറച്ച് ഇറാനി ഇസ്രായേലി ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഇതിലൊരു ഒരു ഹാദി എന്ന് പറഞ്ഞിട്ട് ആളാണ് ഇതിൽ വില്ലൻ റോൾ ചെയ്യുന്നത്. ആൾ അത്യാവശ്യം നമുക്കൊരു വില്ലൻ ദേഷ്യം വരുന്ന രീതിയിൽ ആൾ തോന്നുന്ന രീതിയിൽ ആള് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ പല സീനുകളിലും ജോൺ അബ്രാഹാമിന്റെ കഥാപാത്രം ഇറാന്റെയും ഇസ്രായേലിന്റെയും ആൾക്കാർ അവരുടെ ഇടയിൽ എന്താ പറയാ ആ ഒരു കോൺഫ്ലിക്റ്റിനിടയിൽ ഇവന്റെ വ്യൂ പോയിന്റ് പ്രസന്റ് ചെയ്യണതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആക്ഷൻ ഒക്കെ റിയലിസ്റ്റിക് ആയിട്ട് റോ ആയിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ ഈ ഇമോഷണൽ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യണത് നമുക്ക് ഫീൽ ആവും. ചില സീനൊക്കെ നമുക്ക് ഫീൽ ആവും. ആ ഫീൽ ആകുമ്പോൾ വില്ലനെ കൊല്ലുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആ വില്ലനെ കൊല്ലുന്ന ആ ഒരു ക്ലൈമാക്സിലടക്കം അവർ ആ രീതിയിൽ ഒരു ഇമോഷണൽ കണക്ഷൻ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യണതിൽ വിജയിച്ചിട്ടുണ്ട്. അത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു ബിഞ്ച് വാച്ച് പോലെ നല്ലൊരു രസമുള്ള ഒരു ആക്ഷൻ ക്രൈം ഡ്രാമ കണ്ട ഒരു പ്രതീതിയായിരുന്നു ടെഹ്റാൻ. അപ്പോൾ C5 പടം അവൈലബിൾ ആണ്. നിങ്ങൾ എടുത്ത് കാണുക, നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമന്റ് സെക്ഷൻ പങ്കുവയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.